Amen. Hallelujah. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്ക് മാറാതുള്ളത് ദൈവത്തിന്റെ വചനം മാറും. ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ തട്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി നന്ദിയോടെ ജീസസ്. ഹല്ലേലൂയ. ചേർന്നപാടിയായിട്ട് അറിയാവുന്നവർ ആമേൻ. നാം ഇന്ന് കാണുന്ന ആകാശവും ഭൂമിയെല്ലാം മാറിപ്പോകും. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്തിരിക്കുക. ആദ്യം മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. മാറും മാറും ഇന്നും മാറാതുള്ളത് തിരുവചനം മാത്രം. ആമേൻ. ഹല്ലേലൂയ. വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ജനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആമേൻ.
അനുഗ്രഹപ്പെട്ട ഒരു ആരാധന കുടുംബം കർത്താവ് സഹായിച്ചു. ലൈവിലും കോൺഫറൻസിലൂടെ അനേകപ്പെട്ട ഒരു ഒരുമിച്ച് സ്നേഹത്തിലും പ്രയർ ഫാമിലിയായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഈ രാത്രികാലം ആമേ ഞങ്ങളുടെ പാർവത്തിലേക്ക് എടുത്തോട് സ്വത്തിൽ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ച മങ്ങൾ കൊടുക്കാൻ നമ്മോട് ശ്രദ്ധിക്കുന്ന സ്തോത്രം 5 മണിക്കൂർ കണ്ട എത്രയോ ആയിരുന്നു സന്തുടിയാമ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ അനേക രോഗികളെതിരായി സമാധാനമില്ല, സന്തോഷമില്ല, ദുഃഖം നിർത്തേണ്ട അവസ്ഥയിലേക്ക് പിന്നെയും ഈ ഭൂമിയുടെ പരപ്പിൽ ആയുസോടെ ആരോഗ്യത്തിന്റെ ബലത്തോടെ ഈ രാത്രികാലം കർത്താവിന്റെ പാർവത്തിലേക്ക് അടുത്തോടും സ്വർത്തിലെ വലിയവനായ ദൈവം ആയുസോടെ ആരോഗ്യത്തിന്റെ ബലത്തോടെ നിർത്തി അവൻ കൊടുക്കാൻ നമ്മോട് ശ്രദ്ധിക്കുന്ന സ്തോത്രം ഈ രാത്രികാലം കോൺഫറൻസുകളിലും ലൈവിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആമേൻ കർത്താവെ രാത്രികാലം അവിടെ അനുഗ്രഹിക്കുമാറാണമേ നമ്മോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ രാത്രികാലം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ പാദത്തിലേക്ക് അടുത്തിരുക സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം പിന്നെയും അവർ സഹായിക്കുവാൻ കൊടുക്കാൻ നമ്മോട് ശ്രദ്ധിക്കും. നമുക്ക് രാത്രികാലം വചനം ശുശ്രൂഷിക്കാൻ നമുക്ക് കണ്ണുകളെടുക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം കർത്താവേ. അനുഗ്രഹപ്പെട്ട ഒരു പൽക്കാരടികൾ വിട്ടുപോയി കർത്താവെ, അനുഗ്രഹപ്പെട്ട ഒരു ആരാധന കൂടുവാൻ കർത്താവെ സഹായിച്ച വൻകുറുക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാത്ത ഈ ഒരു സൗഭാഗ്യം ഒരു ഞായറാഴ്ച കർത്താവെ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരക്കാർ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവെ കോഴി തന്റെ കുഞ്ഞിനെ ചെറിയ കീഴെ കർത്താവ് ചെറിയ മറവിൽ കർത്താവ് സൂക്ഷിച്ചതുപോലെ കഴുതന്റെ കുഞ്ഞിനെ ചെറിയ മീത വഹിച്ചു പോലെ ആമേ അവർ സൂക്ഷിച്ച് വഴി നടത്തി അവൻ കൊടുക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആയുസ്സോടെ ആരോഗ്യത്തിന്റെ ബലത്തോടെ പിന്നെയും കർത്താവേ അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരെ തിരുവ ആമേ നന്ദി പറയും എല്ലാം കർത്താവെ സഹായിക്കും വൻ കൊടുക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തു കർത്താവേ. ഹല്ലേലൂയ രാത്രികാലത്ത് വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കുന്ന കർത്താവെ സഹായിക്കും. പുരുഷന്മാർക്ക് സംസാരിപ്പാ നിന്റെ ദാസനെ അധികാരപ്പെടുത്തുമാറാണെന്ന് അവർത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കാദേശ് ഭൂമിയിൽ നടക്കുമ്പോൾ ശബ്ദം വനങ്ങൾ തോലിക്കുമാറുന്ന ശബ്ദം ആലയിലും മാൻപേടകൾ പ്രസവിക്കുന്ന ശബ്ദം ഇന്ന് പാലിക്കാൻ അനേക ഹല്ലേലൂയ ഉള്ളങ്ങളിൽ ആമേ ഹല്ലേലൂയ ക്രിയ ചെയ്യുവാൻ കർത്താവേ അനേക കാലുകളിൽ അത് എത്തിക്കുമാറാണ് അനേക ദേശങ്ങളെ ആമേ ഹല്ലേലൂയ കർത്താവേ ബന്ധമില്ലാത്ത വചനം കർത്താവേ ഓരോ ഉള്ളത്തിന് മേലെ ഈ രാത്രികാലം അനേക കർത്താവ് ചെയ്യുവാനാണ് അനേക കൃത്യമായ ഹൃദയം തുറക്കപ്പെടുക. അപ്പൊ ആ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് സ്വദേശത്തോ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കാർ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ രാത്രികാലത്ത് വചന ശുശ്രൂഷ അനേക രോഗികൾക്ക് ആശ്വാസമായി തരുക, വിടുതലായി തരുക, കർത്താവ് സൗഖ്യമായി തരുക. അപ്പൊ ആ ഒരു ദയാക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം കൂടി സഹായം കോൺഫറൻസുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാതകളിലായിരിക്കും. അത് ഞങ്ങളുടെ ജീവിതം വളരെ അനുഗമായി തരുവാൻ വിടുതലായി തരുവോ സന്തോഷമായി തരുക. അപ്പൊ അവിടുന്ന് ഇടയാക്കണം. ആദ്യമുള്ള അവസാനം തിരുമേനി കൂടി സഹായിക്കണമേ. അവർക്ക് പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേ വചന ശുശ്രൂഷിക്കുക ദേവദാസനെ ക്ഷണിച്ചുകൊണ്ട് ദിവസം. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അനുഗ്രഹീതമായ ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലുവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ആമേൻ നാം ഓരോരുത്തരും ആയിരുന്നെടുത്ത് അനുഭവിപ്പാനിടയായി തീർന്നു. സമപ്രായത്തിലുള്ള എത്രയോ പ്രിയപ്പെട്ടവര് മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അനേകം രോഗികളായി ദുഃഖിതരായി കണ്ണീരും ദുഃഖവും പേറി കഴിയുമ്പോൾ ആമേൻ പ്രയാസമുണ്ടായിരുന്നെങ്കിലും ഭാരമുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ എല്ലാം നടുവിലും ആമേൻ കോഴി തൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം അവിടെവിടങ്ങളായി സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നെടുത്ത് ദൈവം സൂക്ഷിച്ചല്ലോ. നമ്മളിൽ എണ്ണത്തിന് ആരും കുറയാതെ കണ്ട് എല്ലാവരെയും അവിടെവിടങ്ങളിൽ സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഒരിക്കൽ കൂടെ ആ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനവുമായി ഇന്ന് രാത്രിയിലും ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം തിരുവചനം എത്തിക്കുവാൻ ഇന്ന് രാത്രിയിലും എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ഈ വേലയ്ക്ക് തെരഞ്ഞെടുത്ത് ആമേൻ നിർത്തി ആമേൻ എന്നെ ആമേൻ ഈ വചനം ശുശ്രൂഷിക്കുവാൻ പ്രാപ്തനാക്കിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് രാത്രി സ്വർഗത്തിലെ എല്ലാവിധ നന്മകളാലും അനുഗ്രഹങ്ങളാലും
ക്രിസ്തുവേശുവിൽ എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന പ്രിയ സജി വർഗീസ് കുവൈറ്റിൽ നിന്ന് എല്ലാ ദിവസവും നമ്മോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. മാത്രമല്ല അനേകർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി, വിടുതലായി തീരുവാൻ ഈ സന്ദേശത്തെ ഷെയർ ചെയ്യുന്നു. ആമേൻ. അതെ, ഈ കൂട്ടായ്മയുടെ ആദ്യം മുതൽ ആമേൻ വളരെ സജീവമായി ആമേൻ പങ്കെടുക്കുന്ന ആമേൻ കർത്താവിന്റെ ദാസ് തോമസ് അബ്രഹാം അണലിപ്പറമ്പിൽ ആമേൻ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ഇത് ഷെയർ ചെയ്യുകയും ആമേൻ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. അതുപോലെ തന്നെ ആമേൻ അതെ സ്വിച്ചോ ആമേൻ, അതുപോലെ തന്നെ ആമേൻ അതെ നിമ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ് ജീസസ് ആമേൻ. അതുപോലെ ആമേൻ ഈ കൂട്ടായ്മയിൽ നജീമ ആമേൻ, കൂട്ടായ്മയിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്ന വത്സമ്മ ബാബുവിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ അത് ശാരീരികമായി വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. ആമേ ഉറങ്ങുവാൻ കഴിയാതെ ശ്വാസം മുട്ടലിനാൽ വളരെ ഭാരപ്പെട്ടു. സ്വർഗത്തിലെ ദൈവം ആമേ തനിക്ക് ആശ്വാസവും വിടുതലും കൊടുത്ത് നിർത്തുന്ന ദൈവകൃപയ്ക്കായി കരങ്ങളടിച്ച കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ആമേൻ. അതുപോലെ തന്നെ ആമേൻ അതെ ഇന്ന് രാത്രി കോൺഫറൻസ് കോളിൽ ആമേൻ പങ്കെടുക്കുന്ന ആമേൻ കുഞ്ഞമ്മ ഭാരതനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ അതെ കാസർഗോഡ് ജില്ലയിൽ നിന്നും ആമേൻ വളാൽ എന്ന് പറയുന്ന സ്ഥലത്ത്, വീൻമരടി എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവര് ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവിന്റെ ആമേൻ അതെ ദാസി എൽ ജോസിന്റെ ഭാര്യ ലീലാമ്മ ജോസ് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ 8 ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് പകലിൽ കർത്താവ് തന്നെ പിന്നെയും ശക്തീകരിച്ച് ഈ രാത്രി നമ്മോടൊപ്പം ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നു. അതുപോലെ തന്നെ ബിജു പി ആറിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ കുഞ്ഞമ്മ രാജുവിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ ആമേൻ ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന്, കോവളത്തിൽ നിന്ന്, അതുപോലെ തന്നെ ആമേൻ വൈക്കത്ത് നിന്ന്, ആമേൻ അതുപോലെ കൊല്ലത്ത് നിന്ന്, ആമേൻ അത് കോട്ടയത്ത് നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് കോൺഫറൻസ് കോളിലൂടെ ആമേൻ ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലൂടെ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആമേൻ അതേ കുവൈറ്റിൽ നിന്ന്, ദുബായിൽ നിന്ന്, ഷാർജയിൽ നിന്ന്, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വരുവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യമാണ്. അതിനു മുമ്പായി ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരുടെ ആമേൻ അതെ സഹോദരങ്ങൾ, കൂടപ്പറപ്പ്, ബന്ധുമിത്രാദികളായിട്ടുള്ളവര്, കോവിഡ് നിമിത്തം ഭാരപ്പെടുന്നവര്, വിവിധ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവര്, അവരെ എല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയ്ക്ക് സജീവ പങ്കാളിത്തം വഹിക്കുകയും ഇത് ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ നിമിത്തമായി മാറിയിരിക്കുകയും ചെയ്യുന്ന അഭിഷക്തന്റെ സഹോദരിയുടെ മകൾ ആമേൻ കോവിഡ് നിമിത്തം ആമേൻ ഹോസ്പിറ്റലിൽ ആമേൻ ആയിരിക്കുന്നു. ആമേൻ താനെ നേഴ്സാണ്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ആമേൻ കോവിഡ് നിമിത്തം ആമേൻ ക്വാറന്റൈനിൽ ഇന്ന് ആമേൻ മുതൽ ആയിരിക്കുന്നു. ഇന്ന് അതിരാവിലെ മുതൽ. എന്നാൽ കഴിഞ്ഞ രാത്രിയിലും എന്നെ വിളിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ അർദ്ധരാത്രി ഡ്യൂട്ടിക്ക് പോയപ്പോൾ പെട്ടെന്നുണ്ടായ ക്ഷീണം ആമേൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു. ആമേൻ താന് ആമേൻ ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുകയാണ്. എത്രയും വേഗത്തിൽ റിക്കവറായി ആമേൻ കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി നിൽപ്പാൻ കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയും ആമേൻ അതേ ഈ രാത്രി അനേകര് സൗഖ്യമാകുവാൻ, ഒരു പാപി മനം തിരിവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ഇപ്പോൾ ഈ ഓൺലൈനിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ലീലാമ്മ ജോസ് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 പരിശുദ്ധനായ ദൈവമേ, സ്തുതി നല്ല പിതാവേ, തിരുമേനി വാഴ്ത്തുന്ന Glory to God, Jesus. Hallelujah. Hallelujah. കർത്താവെ ആരാധിക്കുവാൻ, ബോധപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ ദേശങ്ങളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ പഞ്ചായത്തുകളിൽ കർത്താവ്, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, ബോധപ്പെടുത്തുവാൻ കർത്താവ് ചെയ്ത കൃപകൾക്കായി സ്തോത്രം. കർത്താവ് രാത്രികാലം സൃഷ്ടിപ്പാൻ ദൗത്യത്തിനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. ക്രൂസിന്റെ
അറിയുന്നാലോ അത് അറിയിപ്പാൻ സഹായിക്കണമേ. കേൾക്കുന്ന ആയിരങ്ങൾക്ക് അത് വിടുതലായി തീരുവാൻ കർത്താവോട് സഹായിക്കണമേ. അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, ഭാവികൾ മാനസാന്തരപ്പെടുവാൻ, ഹല്ലേലൂയ, സ്തോത്ര പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ദൈവത്തിന് പൂർവാധിക ശക്തി പ്രാപിപ്പാൻ ഈ രാത്രികാലോട് നെടിയാക്കി തീർക്കുമാറാകണം. വചനകർത്താവേ, ഹല്ലേലൂയ, ഘോഷിക്കുമ്പോൾ ദാസരെ കർത്താവാധികമായി ശക്തിയിലേക്ക് കൃപ കൊടുക്കുമാറാകണം. ഭാവിയെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഭാവി ഹല്ലേലൂയ, രോഗത്താൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലായി പ്രിയ വൈദ്യനായി സ്തോത്ര കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം പൂർണ്ണമായ വിടുതലൊക്കെ കൊടുക്കുമാറാകണമേ. കർത്താവെ ഭാരപ്പെടുന്നവർക്ക് ഇടയായില്ല. അടുത്ത ദൃശ്യമായ കാര്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ റീകാ ബാബ റീകാ ബാന ശാന്തരഗനഗസ് മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാവരെയും ആസ്തികാരെ എല്ലാവരെയും രാത്രികാല രോഗത്താൽ ഭാരപ്പെടുന്ന കഴിയുന്ന പ്രിയപ്പെട്ടവരെ അവരുടെ ആശ്വസിപ്പിക്കണേ, സഹായിക്കണം, വിടുവിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദിവസം വേറെ ആയിരം ദിവസത്തെ കലോത്സവമാകിയാൽ അവിടെ സന്നാഹങ്ങളിരിക്കുന്ന ഭയത്തോടെ ഇവരയിലോട് ഇപ്പോൾ കൃപ തരണം. പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലും ഒരു ചോദ്യത്തോടു കൂടെയാണ് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് വചനം കേൾക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വചനം ആമേൻ അത് സ്വീകരിക്കുന്നത്? ഹല്ലേലൂയ എന്നൊരു ചോദ്യത്തോടു കൂടെ ഇന്ന് രാത്രി തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തെ ഘോര പ്രസംഗിക്കുവാൻ ദൈവം തന്റെ അഭിഷക്തന്മാരെ കാലാകാലങ്ങളായി വിളിച്ച് വേർതിരിച്ച് ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. അതിന് ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം ലോകത്തിന്റെ അറ്റത്തോളം ആമേൻ ഈ തിരുവചന സത്യങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ആമേൻ. നോഹയുടെ കാലം മുതൽ ഈ തിരുവചന സത്യങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താ? ആമേൻ. നിങ്ങൾ എന്തിനാണ് ഈ വചനം ആമേൻ സ്വീകരിക്കുന്നത്? ഇന്ന് രാത്രിയിലും എന്തിനു വേണ്ടിയാണ് ഈ വചനം കേൾക്കുന്നത്? ഈ ഒരു ചോദ്യത്തോടു കൂടെ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11:28. അമ്മൻ. അതിന് അവൻ ഈ ചോദ്യത്തിനു മറുപടിയായി ഇന്ന് രാത്രി ശ്രോതാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് അമ്മൻ, ദൈവത്തിന്റെ വചനം അമേൻ കേട്ടു പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. അമേൻ. നീ ഒരു ഭാഗ്യവാനായി ജീവിക്കുവാൻ ഇടയാകേണ്ടതിന് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഇന്ന് രാത്രിയിലും നിന്റെ കാതുകളിൽ കേൾക്കുവാൻ നീ ഇരിക്കുന്ന വീട്ടിനകത്ത് ഈ മീഡിയയിലൂടെ ഈ ക്രമീകരണം ചെയ്ത സർവകൃപാലുവായ ദൈവത്തിന് കരമടിച്ച് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാ വചനം കേൾക്കുന്നേ? നീ ഭാഗ്യവാനാകാനാ. പ്രൈസ് ദി ലോർഡ്. നീ ഭാഗ്യം കെട്ടവളാണ്, നീ ഭാഗ്യം കെട്ടവനാണ്, നീ ക്രമം കെട്ടവനാണെന്ന് ലോകം പറഞ്ഞു ആമേൻ നീ ആമേൻ ഒതുങ്ങി തീരുവാനല്ല ഇന്ന് രാത്രി ആമേൻ ഈ വചനം നിന്റെ കാതുകളിൽ കേൾപ്പിക്കുന്നത്. നീ ഒരു ഭാഗ്യവാനായി തീരുവാനാ, നീ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാകാനാ, നീ അനേകർക്ക് ഒരു അനുഗ്രഹമാകാനാ, നിന്നെ അനുഗ്രഹമാക്കി മാറ്റുന്ന നിന്നെ ആമേൻ അതെ ഉയർച്ചയുടെ പടവുകൾ ചവിട്ടി കയറുമാറാക്കുന്ന ഉയരത്തിലെ ഉൾനട്ട ജീവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ആമേൻ നീ കേൾക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആമേൻ നീ ഒരു ഭാഗ്യവാനാകുവാനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ കേട്ടാൽ മാത്രം പോരാ. ആമേൻ അല്ല, ദൈവത്തിന്റെ വചനം കേട്ടു പ്രമാണിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാർ. അപ്പൊ എത്ര കേട്ടിട്ടും ആമേൻ നിന്റെ തന്നിഷ്ടത്തിന് നീ ജീവിച്ചാൽ നീ ഭാഗ്യവാനാകില്ല. പ്രൈസ് ദി ലോർഡ്. നീ കേൾക്കുന്ന വചനം അനുസരിച്ച് പ്രമാണിച്ചാൽ അതെ നീ ഭാഗ്യവാനാകുമെന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവൻ ഭാഗ്യവാന്മാർ എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. അതെ, വചനം കേൾക്കുന്നതിന് പകരം അതെ ചെയ്യുന്നത് നിങ്ങൾ ഗൗരവമായി കാണുന്നതിന് ദൈവത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം നിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ആമേൻ നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നീ കേൾക്കുന്ന വചനം പോലെ ജീവിക്കാൻ തയ്യാറായാൽ മതി. ഹല്ലേലൂയ. നീ കേൾക്കുന്ന വചനം പോലെ
വചനത്തെ അനുസരിക്കാൻ തയ്യാറായാൽ മതി. എന്നാൽ ദൈവം നിന്നെ ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ലോകത്തിലുള്ള അനേകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി നടക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നത്തെ ന്യൂജൻ ജനറേഷൻ പിള്ളേരൊക്കെ മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ ആമേൻ ആമേൻ ഈ പൊരുന്നക്കോഴിയെ പോലെ ആക്കുന്നവരുണ്ട്. ആമേൻ ആമേൻ. പിന്നെ അവിടെ ഇവിടെ ഒക്കെ വടിക്കുന്നവരുണ്ട്. ആമേൻ ആമേൻ. സഹോദരിമാർ ഒട്ടും മെച്ചമല്ല. ആമേൻ. അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ കീറിയ ഡ്രസ്സും പിന്നെ ആമേൻ പിരികൊക്കെ വടിച്ച് ആമേൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആമേൻ ഇങ്ങനെ നടക്കുന്നവരുണ്ട്. ആമേൻ. എന്നാൽ ആമേൻ അതെ അങ്ങനെയുള്ളവരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് തിരുവചനത്തിൽ കാണുന്നില്ല. ആമേൻ. എന്നാൽ തിരുവചനത്തിൽ കാണുന്ന ഒരു സത്യം ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുക, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ദൈവം വളരെ ശ്രദ്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം നിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി മോടിയുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടോ, മോടിയുള്ള ഭവനം പണിതത് കൊണ്ടോ, ആമേൻ മനോഹരമായ ആഹാരം ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നും ദൈവം എന്ത് ചെയ്യത്തില്ല, നിന്നെ മൈൻഡ് ചെയ്യത്തില്ല. ദൈവം നിന്നെ ശ്രദ്ധിക്കത്തില്ല. ദൈവം നിന്നെ ശ്രദ്ധിക്കണമെങ്കിൽ നീ കിടക്കുന്നത് ഓലപ്പരയിലാണെങ്കിലും നീ കഴിക്കുന്നത് ആമേൻ കഞ്ഞിയും ചമ്മന്തിയാണെങ്കിലും അതൊന്നും എൻ്റെ ദൈവത്തിന് വിഷയമല്ല. നീ കുടിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും നീ കേൾക്കുന്ന വചനപ്രകാരം ജീവിക്കുന്നവനാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ ശ്രദ്ധിക്കുന്ന രാത്രിയായി മാറും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. ആമേൻ. പഠിപ്പിക്കുന്നതിനിടയിൽ അനുഗ്രഹം തോന്നിയ ഒരു സ്ത്രീ ശബ്ദം ഉയർത്തി പറഞ്ഞു, ആമേൻ, നിനക്ക് ജന്മം നൽകിയ ഗർഭപാത്രവും നിന്നെ പോറ്റിയ മുലയും ഭാഗ്യവാൻ. ഹല്ലേലൂയ. അത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. മാതാപിതാക്കളെ, ഇന്ന് രാത്രി ആമേൻ അതെ കർത്താവായ ക്രിസ്തുവിനെ ഉദരത്തിൽ ചുമക്കുവാൻ കൃപ ലഭിച്ച ആമേൻ സ്ത്രീയെ കുറിച്ച് സത്യവേദപുസ്തകം പറയുന്നു. ആമേൻ അതെ നീ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, എങ്ങനെയാണ് മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് യേശു പറയുന്നത് ശ്രദ്ധിക്കുക. ആമേൻ. അത് ഏതെങ്കിലും ഭൗതികമോ കുടുംബപരമോ ആയ ബന്ധമല്ല, മറിച്ച് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധവും ദൈവവചനത്തിന്റെ അനുസരണവുമാണ് അനുഗ്രഹത്തിന്റെ മാനദണ്ഡം. ആമേൻ. കുടുംബത്തിൽ പാസ്റ്റർ ഉള്ളത് കൊണ്ടോ, പാസ്റ്ററുടെ മക്കളുള്ളത് കൊണ്ടോ, പാസ്റ്ററുടെ ഭാര്യ ഉള്ളത് കൊണ്ടോ, സെന്റർ ഉള്ളത് കൊണ്ടോ, പ്രസ്ഥാനമുള്ളത് കൊണ്ടോ, ആമേൻ നന്മയുണ്ടത് കൊണ്ടോ, ആമേൻ ഭൗതികമായ സ്രോതസ് ഉള്ളത് കൊണ്ടോ, ആമേൻ അത് പട്ടാളമുണ്ടായത് കൊണ്ടോ, രാഷ്ട്രീയമുണ്ടായത് കൊണ്ടോ ഒരുവൻ ഭാഗ്യവാനാകുന്നില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ എത്ര പേർ അത് തിരിച്ചറിഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അറിയപ്പെടുന്ന ആരും നിന്റെ വീട്ടിലില്ലെങ്കിലും, ഹല്ലേലൂയ, ആമേൻ രാജാക്കന്മാരില്ലെങ്കിലും, ആമേൻ പണ്ഡിതന്മാരില്ലെങ്കിലും, ആമേൻ നേതാക്കന്മാരില്ലെങ്കിലും ഇന്ന് രാത്രി അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തി നിന്റെ കുടുംബത്തിലുണ്ടോ? നിന്റെ കുടുംബത്തെ സ്വർഗം ശ്രദ്ധിക്കും. ഹല്ലേലൂയ. ആമേൻ. രാജ്യം നിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും, നേതാക്കന്മാർ നിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും, കൂടെ പിറന്നവർ നിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും, ആമേൻ അത് താലികെട്ടി ഇറക്കി കൊണ്ടുപോയ വ്യക്തി നിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും, കൂടെ ആമേൻ നിൽക്കാമെന്ന് പറഞ്ഞവർ ശ്രദ്ധിച്ചില്ലെങ്കിലും, ഇന്ന് രാത്രി അത് കിടക്കുന്ന പായിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത രോഗം പേറി കഴിയുന്ന വ്യക്തിയാണെങ്കിലും, ഇന്ന് രാത്രി നീ വചനം അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആമേൻ ഉടയവൻ നിന്നെ ശ്രദ്ധിക്കും. അതേ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ കഷ്ടത കണ്ട് മാറിപ്പോകുന്നവനല്ല, നിന്റെ വേദന കണ്ട് മാറിപ്പോകുന്നവനല്ല, നിന്റെ നിരാശ കണ്ട് മാറിപ്പോകുന്നവനല്ല. ആമേൻ. ഒരുപക്ഷെ പുരോഹിതൻ മാറിപ്പോയേക്കാം, ഒരുപക്ഷെ ലേവി മാറിപ്പോയേക്കാം, എന്നാൽ അങ്ങനെ മാറിപ്പോകുന്നവനല്ല നല്ല ശമരിയായൻ. ഇന്ന് രാത്രി ആ നല്ല ശമരിയായൻ നിന്റെ മുറിവുകളെ കെട്ടുവാൻ തൈലവുമായി, പുരട്ടുവാൻ എണ്ണയുമായി, അതെ നിനക്ക് വേണ്ടുന്ന നന്മയുമായി ഇറങ്ങി വന്നിട്ട്
വെച്ചിട്ടുണ്ട്. 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനയിൽ ജനിച്ച യേശു, അതെ ഇന്ന് രാത്രി കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, തകർന്ന ഹൃദയത്തിന് ഉടമയായി കഴിയുന്ന സഹോദര, നിനക്ക് വേണ്ടിയ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ഈ സത്യം നീ അറിയാതെ പോകരുത്. ഇന്ന് രാത്രി നിന്റെ കഷ്ടതയ്ക്കകത്ത് നിന്ന്, നിന്റെ വേദനയ്ക്കകത്ത് നിന്ന്, നിന്റെ പ്രതികൂലത്തിനകത്ത് നിന്ന്, നിന്റെ പ്രതിസന്ധിക്കകത്ത് നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ ഉലകത്തിൽ ആമേൻ അതെ ജനിച്ച ഒരേ ഒരുവൻ യേശു. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇത് പറയുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, എങ്ങനെയാണ് മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് യേശു പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. അത് ഏതെങ്കിലും ഭൗതികമോ കുടുംബപരമോ ആയ ബന്ധമല്ല, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധവും ദൈവവചനത്തിന്റെ അനുസരണവുമാണ് അനുഗ്രഹത്തിന്റെ മാനദണ്ഡം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനകത്ത് കൃത്രിമമൊന്നുമില്ല, ഇതിനകത്ത് റെക്കമെൻഡേഷൻ ഒന്നുമില്ല. ആമേൻ. ഇതിനകത്ത് ആമേൻ തലതൊട്ടപ്പനൊന്നുമില്ല. ആമേൻ. നീ ആരും ആയിക്കോട്ടെ, നീ കേൾക്കുന്ന വചനം നീ അനുസരിക്കാമെങ്കിൽ നിന്റെ അപ്പനെ അറിയണ്ട, നിന്റെ അമ്മ അറിയണ്ട, നിന്റെ കൂടപ്പറപ്പ് അറിയണ്ട. നീ ഇരിക്കുന്നിടത്തിരുന്ന് കേൾക്കുന്ന വചനം അനുസരിച്ച് ജീവിച്ചാൽ അപ്പൻ തരാത്ത, അമ്മ തരാത്ത, കൂടപ്പറപ്പ് തരാത്ത, നാട്ടുകാർ തരാത്ത ആമേൻ ഉയരത്തിലെ നന്മ, സ്വർഗത്തിലെ ദൈവം ആമേൻ ആരോടും ചോദിക്കാതെ നിനക്ക് നൽകുവാൻ ഇടയാകും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ ആമേൻ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭാഗ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ജീവിക്കുവാൻ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അനുഗ്രഹിതനായ ഒരു അഭിഷക്തനെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു കഥാപാത്രമാണ്. ആമേൻ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്നവനെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നേ. ആമേൻ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് നിന്നെ ഉയർത്തുവാൻ ശക്തനായവന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച അബ്രഹാം ഇന്ന് ഇരിക്കുന്നത് എവിടാന്നറിയാമോ? അവന്റെ മടിയിൽ ലാസർ ഇരിക്കുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവന് ആമേൻ മണ്ണില് ഉറങ്ങിക്കിടക്കാൻ ഒക്കത്തില്ല. ആമേൻ. മണ്ണിലേക്ക് നീ പോയാലും അവിടെ നിന്ന് നിന്നെ ഉയർപ്പിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ഒരു ശക്തിയുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് എത്ര കേട്ടിട്ടും വിടാത്ത കുറെ പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദേശത്തെ പിടിച്ചോണ്ടിരിക്കുക, ചാർച്ചക്കാരെ പിടിച്ചോണ്ടിരിക്കുക, കുടുംബക്കാരെ പിടിച്ചോണ്ടിരിക്കുക. പിന്നെ ആമേൻ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. ആമേൻ. കിട്ടിയതെല്ലാം തീർക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ ബാങ്കിൽ നിന്ന് കിട്ടുമെങ്കിൽ അതിനു വേണ്ടിയും കാത്തിരിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ അതിനു വേണ്ടിയും കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ കിട്ടുന്നതൊക്കെ വാങ്ങി ആമേൻ ഇവിടെ കഴിയാൻ വേണ്ടി കാത്തിരിക്കുമ്പോ അബ്രഹാമിനോട് ദൈവം പറയാ, മോനെ നീ വിട്ടേരടാ, ഞാൻ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ അവിടുന്നൊക്കെ കിട്ടാനുള്ളതൊക്കെ മേടിച്ച് ഇവിടെ തീരാനിരിക്കാതെ ഇവിടുന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുപോകുവാൻ ഞാൻ നിന്നെ വിളിക്കുകയാ. ഇന്ന് രാത്രി വിളി കേട്ട് ഇറങ്ങുന്നവർക്ക് ഉയരത്തിൽ നിന്ന് ചില നന്മകളെ ഇറക്കി തരുവാൻ ദൈവം ശക്തനെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ആമേൻ. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യകരമായ ഒരു ജീവിതത്തിന് ഉടമയാകാൻ ആമേൻ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച് ഈ ലോകം വേണ്ട, ലോകത്തിന്റെ
ലോകത്തിന്റെ മോഹം വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട, ക്രിസ്തീയ ജീവിതം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലേ? അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനല്ലേ? അവൻ നിവർത്തിപ്പാൻ ശക്തനല്ലേ? ആമേൻ. നീ വിടേണ്ടത് വിടാതെ കണ്ട് ആമേൻ നൽകാമെന്ന് പറഞ്ഞത് പ്രാപിക്കാൻ ഒക്കത്തില്ല. ഇന്ന് രാത്രി നീ വിടേണ്ടതിന് വിട്ടാൽ അത് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. സംഖ്യാപുസ്തകം 6-ാം അധ്യായം അതിന്റെ 22-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തിനാ? ഈ പിന്നെയും റിപ്പീറ്റേഷൻ എന്തിനാ? ആമേൻ. അതെ, മദ്യപിക്കരുത്, പുകവലിക്കരുത്, ആമേൻ, ക്രമം കെട്ട ജീവിതത്തിന് ഉടമയാകരുത് എന്നൊക്കെ പറയുമ്പം നീ പോടോ, ഞാൻ ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് ഞാൻ കുടിക്കുന്നു, ഞാൻ വലിക്കുന്നു, ആമേൻ, നിനക്ക് എന്താടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. നീ കുടിച്ചോ, നീ വലിച്ചോ, ആമേൻ, നീ ആമേൻ അതെ നശിക്കും. പ്രൈസ് ദി ലോർഡ്. നീ നശിക്കാതിരിക്കാൻ ആമേൻ നിന്നെ നിത്യതയിൽ എത്തിക്കുവാൻ ആമേൻ നീ കേൾക്കാൻ ആമേൻ എഴുതിയിരിക്കുന്ന വചനം ഈ മീഡിയയിലൂടെ വിളിച്ചു പറയുമ്പോൾ നിനക്കിത് ഇഷ്ടമില്ലെങ്കിൽ നീ ഓഫ് ചെയ്തിട്ട് മാറിപ്പോക്കോ. ആമേൻ. നിനക്ക് രക്ഷപ്പെടാൻ ഇതേ വഴിയുള്ളൂ. ഇന്ന് രാത്രി ആമേൻ നീ നശിച്ചു പോകാതെ ആമേൻ നിത്യതയിൽ എത്തുവാൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതി നീ കേട്ടാലും കേട്ടില്ലെങ്കിലും, നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, ഇത് മാത്രമേ ഉള്ളൂ വഴി, ഇത് മാത്രമേ ഉള്ളൂ രക്ഷ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതിലൂടെ നിനക്ക് രക്ഷപ്പെടാൻ ഒരു അവസരവും കൂടെ ഇന്ന് രാത്രി സ്വർഗം തരികയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ, യേശു പിന്നെയും മോശയോടും ആമേൻ അരുളി ചെയ്തത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയായി മാറുവാൻ കൃപ ലഭിച്ച കൂട്ടരാ ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവമായ ആമേൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയാകുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. ആമേൻ. 28-ാം അധ്യായം, ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീ വയലിൽ തകർന്നു പോകുന്നല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വയലിൽ നീ വിതച്ചതെല്ലാം നശിച്ചു പോകുന്നല്ല. ആമേൻ. നിനക്ക് വയൽ ഉണ്ടെങ്കിൽ എന്നല്ല. ആമേൻ. അതെ, നീ വയലിൽ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്നോടുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം ശക്തനാ. പക്ഷെ നീ വിടേണ്ടതിന് വിടുകയോ, നീ പിൻപറ്റേണ്ടതിനെ പിൻപറ്റുകയോ, നീ അനുസരിക്കേണ്ടതിനെ അനുസരിക്കുകയും ചെയ്യണം. അല്ലാതെ വചനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആമേൻ നീ കിടന്നുറങ്ങിയാലൊന്നും നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ 66 പുസ്തകത്തിനകത്ത് വചനം ഉണ്ടെന്ന് പറഞ്ഞ് നീ ഇത് ചുമന്നുകൊണ്ട് കിടന്നാലൊന്നും നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. ആമേൻ. നീ ആമേൻ മറ്റുള്ളവർ കേൾക്കെ ആമേൻ ഇത് പ്രസംഗിച്ചിട്ട് നീ അത് അംഗീകരിക്കാതെ, നീ അത് അനുസരിക്കാതെ നടന്നാലൊന്നും അനുഗ്രഹിക്കപ്പെടത്തില്ല. ആമേൻ. നീ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വചനം നീ പ്രമാണിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് അനുസരിക്കണം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആമേൻ നിന്നെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. 2, നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്തത്, നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. നീ അകത്തു വരുമ്പോൾ അതെ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. തീർന്നില്ല. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേക കുടുംബങ്ങൾ ആമേൻ തകർന്നുകൊണ്ട്
ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നന്മയില്ലാത്തത് കൊണ്ടല്ല, ആമേൻ, സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല, ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടല്ല, ആമേൻ, ബന്ധങ്ങളില്ലാത്തത് കൊണ്ടല്ല, എല്ലാം ഉണ്ട്. പക്ഷെ ശത്രുവിന്റെ മുമ്പിൽ അമ്പയെ പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാ, ദൈവം ആരെന്നറിയാത്തത് കൊണ്ടാ, ദൈവവചനം കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ ജീവിക്കുന്നത് കൊണ്ടാ. അമ്മൻ സൗന്ദര്യമുള്ള ഭാര്യ ഉണ്ടായിട്ടും ആമേൻ കൊലപാതകങ്ങളും തകർച്ചകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം സൗന്ദര്യമില്ലാത്തത് കൊണ്ടാണോ? പണമില്ലാത്തത് കൊണ്ടാണോ? കഴിവില്ലാത്തത് കൊണ്ടാണോ? ഗ്ലാമർ ഇല്ലാത്തത് കൊണ്ടാണോ? ചോദിച്ചത് കൊടുക്കാത്തത് കൊണ്ടാണോ? അല്ലേ അല്ല. ദൈവമാരെന്നറിയുന്നില്ല, ദൈവ ഭയമില്ല, ദൈവവചനം അംഗീകരിക്കുന്നില്ല, ദൈവവചനത്തിന് മൂല്യം കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുമ്പോ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ സർവശക്തനായ ദൈവത്തിന്റെ നീതിയുള്ള കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു കൊണ്ട് അവൻ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച കൂട്ടരാണ് ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. പേരിൽ ദൈവമക്കൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അപ്പന്റെ സ്വഭാവം ആ ക്രിസ്തുവിലുള്ള പാപമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവേശുവിലുള്ള പാപമുള്ളവരായിരിക്കണം. അങ്ങനെ നീ ഭൂമിയിലായാൽ നിന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരാളെ നിനക്ക് കാണാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാ. ആമേൻ. നീ അനേകരെ ഭയപ്പെട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ നാട്ടിലുള്ളവർക്ക് നിനക്ക് ഭയമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ ദേശത്തിലുള്ളവരെ നിനക്ക് ഭയമാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനം എന്താ പറയുന്നേ? ആമേൻ. ഹല്ലേലൂയ. അതെ, യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നുവെന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ എന്ത് ചെയ്യും? ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു അനുഭവത്തിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച അഭിഷക്തനെ, ആമേൻ, സഹോദര സഹോദരി, കൂടപ്പറപ്പേ, എന്തുകൊണ്ടാ ഇത് നിന്നിൽ നിറവേറാത്തെന്ന് ചോദിച്ചാൽ നീ വചനം കേൾക്കുന്നതല്ലാതെ, നീ വചനം പ്രസംഗിക്കുന്നതല്ലാതെ, നീ വചനം പഠിപ്പിക്കുന്നതല്ലാതെ അമ്മ അത് അപ്രകാരം ജീവിക്കുവാൻ നീ തയ്യാറാകുന്നില്ല. നീ തയ്യാറായാൽ ആമേൻ ദേശത്തിലെ സകല ജാതികളും നിന്നെ ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് പ്രസംഗകന് പ്രസംഗിച്ച് കാശുണ്ടാക്കാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് വായിച്ച് ജീവിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടാനുള്ള വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇത് വായിക്കുന്ന, ഇത് പറയുന്ന എനിക്ക് ബാധകമാ. ഞാൻ ഇതും പ്രകാരം ജീവിക്കാൻ തയ്യാറായാൽ എൻ്റെ തലമുറകൾ എനിക്കൊരു അനുഗ്രഹമായി തീരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതെ, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി മാറുമെന്ന്, ഞാൻ എൻ്റെ സമൂഹത്തിന് അനുഗ്രഹമായി മാറുമെന്ന്, അനേകർക്ക് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരുവാനും ആമേൻ നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നീ വചനം ഒന്ന് അനുസരിക്കാമോ? നിനക്ക് വേണ്ടി സ്വർഗത്തിലെ നല്ല ഭണ്ഡാരം തുറക്കൂന്ന്. ഹല്ലേലൂയ. ഇവിടുത്തെ ഖജനാവ് കാലിയായാലും, ആമേൻ, ഇവിടുത്തെ പാണ്ഡികശാല കാലിയായാലും, ആമേൻ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന്റെ ഭണ്ഡാരശാല അവനെ അനുഗമിക്കുന്ന, അവനെ അനുസരിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി തുറക്കൂന്ന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പൊന്ന് സഹോദര, ബ്രദറെ, പാസ്റ്ററെ, ചുമ്മാതിരിക്കാൻ വരട്ടെ. ആമേൻ. മിസ്രൈമിന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേലിനെ മോശ വഴി മുമ്പോട്ട് കൊണ്ടുവന്നപ്പോഴേ ആമേൻ അവര് പിറുവിറുത്ത സമയത്ത് ആമേൻ ആകാശത്തിൽ നിന്ന് ആരും കഴിക്കാത്ത മന്ന ഇറക്കി കൊടുത്ത ദൈവമാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അന്നേ വരെ കഴിക്കാത്ത കാടപ്പക്ഷിയെ നിവേദാനെ തകർത്തത് ആമേൻ കാടപ്പക്ഷിയാക്കി കൈകൊണ്ട് ആമേൻ പിടിച്ച് ആമേൻ പറ്റിക്കാൻ വേണ്ടി ഇറക്കി കൊടുത്ത
കൊടുത്ത ദൈവമായ എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ദാഹിച്ചപ്പോൾ തീക്കൽ പാറയിൽ നിന്ന് ദാഹജലത്തെ കൊടുത്തവനായ എൻ്റെ ദൈവം. അവൻ ഇന്ന് രാത്രി അതെ ഞാൻ ചലഞ്ചായി പറയുക, ഇവിടുത്തെ പാണ്ഡികശാല കാലിയായാലും ഇവിടുത്തെ ഖജനാവ് കാലിയായാലും ദൈവം തന്റെ മക്കളെ പോറ്റുവാൻ ശക്തനെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിനെ മഹത്വം കൊണ്ട് ഹല്ലേലൂയ. ആമേൻ. തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം എന്ത് ചെയ്യും? തുറക്കും. പ്രൈസ് ദി ലോർഡ്. അത് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ നീ എന്ത് ചെയ്യത്തില്ല? വായ്പ വാങ്ങുകയില്ല. വായ്പ വാങ്ങാൻ പാടാൻ എന്തൊരു സുഖമല്ലേ? പ്രൈസ് ദി ലോർഡ്. പാടാൻ എന്തൊരു സുഖം, കേൾക്കാൻ എന്തൊരു സുഖം. അമ്മ ചേർന്ന് പാടാ. വായ്പ വാങ്ങാനിട വരികയില്ല, ഓ കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ചതല്ലേ എന്നും പ്രാപിക്കും, ഉന്നതങ്ങളിൽ മാനിക്കും താൻ എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ. ആത്മാർത്ഥമായി പാട്. ഈ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ദൈവത്താൽ നീ ഉയർച്ച പ്രാപിക്കാൻ പോകുക. നിന്റെ സകല ക്രമക്കേടുകളെ നീ തിരുത്തി ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് നീ ഒന്ന് മാറാമെങ്കിൽ ആരും തുറക്കാത്ത വഴി അതേ സഹോദര നിനക്ക് വേണ്ടി തുറക്കുവാൻ ദൈവം ശക്തനാ. ഓ അനുഭവത്തിൽ നിന്ന് പറയുക. ആമേൻ. ആരും തുറക്കാത്ത വഴി നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും. ആമേൻ. നീ കണ്ടിട്ടില്ലാത്ത, നീ കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത നന്മ ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് നൽകുവാൻ ദൈവം ശക്തനെന്ന് തിരുവചനത്തിലൂടെ ഇന്ന് രാത്രി വിളിച്ചു പറയുമ്പോൾ അത് അംഗീകരിക്കുന്ന, അതനുസരിക്കുന്ന ദൈവത്തിനെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. Praise the Lord. Hallelujah. 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 ആമേൻ. ഞാൻ എന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. ആമേൻ. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നീ താണു പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തിയ ദൈവം, ആമേൻ, ഇന്നും എന്നേക്കും അനന്യനായി വെളിപ്പെടുന്ന ദൈവം. അവന്റെ വചനത്തെ നീ അനുസരിച്ച് നോക്ക്. ആമേൻ. കഷ്ടതയുടെ നടുവിൽ അവന്റെ സാന്നിധ്യം വെളിപ്പെടും. ആമേൻ. അതെ, നിന്നെ നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തിലൂടെ നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണമിടയാകും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട്, ആമേൻ, ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ. ഈ വചനത്തിൽ യാതൊന്നെങ്കിലും വിട്ട് ഈ വചനം വായിക്കണേ, വചനം കേൾക്കണേ. ആമേൻ. വചനമൊക്കെ ഇടയ്ക്ക് വായിക്കണം കേട്ടോ. ആമേൻ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പാസ്റ്റർമാർ എഴുതി ഉണ്ടാക്കിയതല്ല, ഇത് പുരോഹിതന്മാർ എഴുതി ഉണ്ടാക്കിയതല്ല. ആമേൻ. ഇത് ലോകത്തിലെ ഒരു ശാസ്ത്രജ്ഞനും എഴുതി ഉണ്ടാക്കിയതല്ല. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം തൻ്റെ മക്കൾക്ക് ആത്മാവിൽ ആമേൻ എഴുതുവാൻ നിയോഗം കൊടുത്തപ്പോ തൻ്റെ മക്കൾ അനുസരിക്കാൻ വേണ്ടി എഴുതി കൊടുത്തതാ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ സങ്കീർത്തനം 1:1 കാണുന്നത് പോലെ ആമേൻ ദുഷ്ടന്മാർക്കോ അത് പാപിക്കോ പരിഹാസിക്കോ വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നേ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാ. പ്രൈസ് ദി ലോർഡ്. രാവും പകലും നീ ഇതൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ. നീ ഭാഗ്യം കെട്ടവനായിട്ടല്ല, നീ ഭാഗ്യമുള്ളവനായി ദേശം കാണും. ആമേൻ. രാജ്യം കാണും, പട്ടണം കാണും, നിന്റെ ചാർച്ചക്കാര് കാണും, നിന്റെ കൂടപ്പറപ്പ് കാണും. ആമേൻ. നീ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അനേകര് കാണത്തക്ക വിധത്തിൽ അതെ നിന്നെ ഉയർത്തുവാൻ ശക്തി
ശക്തനായ ദൈവത്തിന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ആമേൻ നീ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് ഇന്ന് രാത്രി നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാകയാൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. 119 സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സത്യവേദ പുസ്തകം അനുസരിച്ച് നടക്കുന്നവര് നിഷ്കളങ്കരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിഷ്കളങ്കരായവരാ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വർഷങ്ങളായിട്ട് ഇതും ചുമ്മിക്കൊണ്ട് നടക്കുന്നുണ്ട്. ആമേൻ. അത് ഹൃദയം എങ്ങനെയാ? ഫറവോന്റെ ഹൃദയം പോലെയാ. ആമേൻ. നിഷ്കളങ്ക ഹൃദയം ആയവരാ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൻ. അപ്പൊ നീ ദുഷ്ടന്റെ കൂടെയും പാപിയുടെ കൂടെയും പരിഹാസികളുടെയും നടന്നിട്ട് നീ ഭാഗ്യവാനാകാൻ നോക്കിയാൽ നടക്കത്തില്ല. നീ ആരുടെ കൂടെ നടക്കണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5:3 മുതൽ 10 വരെയും പ്രവർത്തികളുടെ പുസ്തകം 3:26 എല്ലാം വായിക്കാൻ സമയമില്ല. ആമേൻ. 3:26 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചത് ആരെയാ? യേശുവിനെയാ. ഹല്ലേലൂയ. ഒരു പാസ്റ്റർമാരും അല്ല, ഒരു സെന്ററും അല്ല, ആമേൻ, ഒരു പ്രസിഡന്റും അല്ല, ഒരു ആമേൻ നേതാവും അല്ല. നിനക്ക് വേണ്ടി മരണത്തെയും പാതാളത്തെയും അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്. ആമേൻ. തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. ഓരോരുത്തന് അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ശ്രോതാവേ, നിന്നെ അനുഗ്രഹിപ്പാൻ അതെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രനായി ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവം പറയുന്നു, ആമേൻ, നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ ദൈവപുത്രനായി ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുവാൻ തയ്യാറാകൂ. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഈ വാക്കുകൾ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ? എന്നാൽ വചനം ശ്രവിക്കുകയും അതിനെ സ്തുതിക്കുകയും ചെയ്യുന്നവരുണ്ടോ എന്ന് യേശു ക്രിസ്തു ആമേൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് പറയുന്നതൊന്നും ചെയ്യുന്നില്ല എന്ന് ആമേൻ യേശു കാണുവാൻ തക്കോണമിടയായി. അതിനാൽ ദൈവവചനം കേട്ട് അത് ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന് അവിടുന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യാക്കോബ് അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുവാൻ ആത്മാവ് നിയോഗം കൊടുത്തു. പ്രിയരെ, ദൈവവചനം ചെയ്യുന്നതിലൂടെയാണ് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നത്. ആമേൻ. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനോ അത് പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. മോശയുടെ ന്യായപ്രമാണം ഒരു തരത്തിലുള്ള അടിമത്തമാണ് കൊണ്ടുവന്നതെങ്കിൽ ഹല്ലേലൂയ പ്രവർത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമുനുകത്തിൽ പിന്നെയും എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകർക്കും ദൈവവചനം അറിയാമെങ്കിലും പലരും എന്ത് ചെയ്യുക? അടിമനുഖത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ കുടുങ്ങിക്കിടക്കുകയാ. വിശ്വാസികൾ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്നു. റോമാലേഖനം 6:14 നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്നും പലര് ന്യായപ്രമാണത്തിന്റെ ആമേൻ ഹല്ലേലൂയ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാകാതെ ആമേൻ ആ പഴയ ആചാരവും അനുഷ്ഠാനവും ഒക്കെയാണ് ശരിയെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ അവർ ക്രിസ്തുവിന്റെ പ്രമാണത്തിൻ കീഴിൽ ആമേൻ വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 9:20
21 കൃപയുടെയും സ്നേഹത്തിന്റെയും പ്രമാണത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കുക. ആമേൻ. ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രമാണം അനുസരിക്കുന്നവർക്ക് പാപം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് വചനം കേൾക്കുന്നത് നല്ലതാണ്, പക്ഷേ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയില്ല. ആമേൻ. നാം വചനം കേൾക്കുന്നവരായിരിക്കുന്നത് ഹല്ലേലൂയ ആമേൻ അതെ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം വചനം കേൾക്കുന്നവരായാതിരിക്കുന്നുവെങ്കിൽ നാം സ്വയം വഞ്ചിതരാകുമെന്നാണ് തിരുവഴുത്തിൽ വളരെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുന്നത് നല്ലതാ, വചനം വായിക്കുന്നത് നല്ലതാ, പക്ഷേ അവൻ നീ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രവൃത്തിയിൽ ആമേൻ 1:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഹല്ലേലൂയ ആമേൻ പ്രവൃത്തിയിൽ വരുത്താതെ ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന അപ്പോസ്തലനായ യാക്കോബ് ദൈവസഭയ്ക്ക് ആത്മാവിൽ നിറഞ്ഞ് ലേഖനം എഴുതി പ്രബോധിപ്പിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയായാൽ കൂടുതൽ കേൾക്കുന്നതിനാൽ കൂടുതൽ ശിക്ഷാവിധിക്ക് യോഗ്യരാകും എന്നല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ വചനം കേട്ട് 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 അധികം ശിക്ഷാവിധിക്ക് യോഗ്യരായി തീരാതിരിക്കാൻ നീ കേൾക്കാതിരിക്കുന്നത് നല്ലത്. നീ കേൾക്കുന്നുണ്ടെങ്കിൽ, കേട്ട് അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ അനുസരിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നീ കേട്ട വചനം വെച്ച് നിന്നെ ന്യായം വിധിക്കുന്ന നാൾ അടുത്തോണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിതയ്ക്കുന്നവന്റെ ഉപമയിൽ പറയുന്ന 4 തരം ആളുകൾ ആമേൻ അത് ദൈവവചനം കേട്ടു. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 19 മുതൽ 20 വരെയുള്ള വാക്യം. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടം വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. പാറ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നുവെങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. ഹല്ലേലൂയ. ചിലത് അങ്ങനെയാ. വചനമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കടുക് എണ്ണയ്ക്കകത്ത് വീഴുമ്പോൾ പൊട്ടുന്ന പോലെ കൈയടിച്ച് ബഹളം വെച്ച് ഭയങ്കര പരിപാടിയാ അല്ലേ? ചില സമയത്ത് ചില വീട്ടിലൊക്കെ ചെന്ന ഭയങ്കര ഉത്സവമാ, ഭയങ്കര പ്രാർത്ഥനയാ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ആമേൻ അത് വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്ത, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആരാധനയൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങ് എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ ഈ ലോകത്തിന്റെ ചിന്ത അങ്ങ് വരും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ധനത്തിന്റെ വഞ്ചനയും പിന്നെ ഉണ്ടാക്കണമെന്നുള്ള വ്യഗ്രതയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ കേട്ട വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. ആമീൻ. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് വീണിരിക്കുന്ന വചനത്തെ നീ ഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അത് വിളഞ്ഞ് 100, 60, 30 മേനി എന്ത് ചെയ്യും? നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. നീ കേൾക്കുന്ന വചനത്താൽ നീ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനെ ഞെരുക്കിക്കളയുന്ന ഈ ലോകത്തിന്റെ ആമീൻ ധനപരമായ ചിന്തയും ആമീൻ ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് നീങ്ങാനുള്ള ചിന്തയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ആ ഉയരത്തിലെ ചിന്തകളാ നിന്റെ ഹൃദയത്തെ അങ്ങ് നിറച്ചാൽ നന്മയും കരുണയും നിന്റെ ആഷ്കാലമൊക്കെ നിന്നെ എന്ത് ചെയ്യും? പിന്തുടരും. ഹല്ലേലൂയ. എങ്കിലും ഒരു വിഭാഗം മാത്രമേ ഫലം പുറപ്പെടുവിച്ചുള്ളൂ. ഹല്ലേലൂയ. യഹൂദന്മാർ ദൈവവചനം കേൾക്കുന്നതിലും മനപ്പാഠമാക്കുന്നതിലും വളരെ ഉത്സാഹമുള്ളവരും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ആമീൻ നമ്മിൽ മിക്കവരെയും പോലെ ഏറെ പിന്നലുമായിരുന്നു. ഈ നമ്മിൽ മിക്കവരെയും പോലെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇതിനകത്ത് അങ്ങനെയുള്ളവരുണ്ടല്ലോ. ഹല്ലേലൂയ. എങ്ങനെയാ? ആമേൻ. അതെ,
യഹൂദന്മാർ ദൈവവചനം കേൾക്കുന്നതിലും അത് മനഃപ്പാഠമാക്കുന്നതിനും വളരെ ഉത്സാഹമുള്ളവരാ. ആമേൻ. ഒരു ട്രോഫി കിട്ടാനുണ്ട്, ഒരു ഗിഫ്റ്റ് കിട്ടാനുണ്ട്, ഒരു ക്യാഷ് അവാർഡുണ്ട് എന്നൊക്കെ കേട്ടാൽ 119 സങ്കീർത്തനം ഒറ്റ ഇരിപ്പിൽ പഠിച്ചു പറയാൻ വേണ്ടി അത് മടിക്കാത്തവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. വല്ലോ കിട്ടും ഒന്ന് കേട്ടാൽ അതിനു വേണ്ടി ഏതറ്റം വരെ പോകാൻ സമർപ്പിക്കപ്പെടുന്നവരുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ കിട്ടുന്നതിനേക്കാൾ ഉപരി നിത്യത നിനക്ക് ലഭിക്കുന്ന സന്ദേശമാ ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറയുകയാണ്, ആമേൻ, ഈ ഇവന്മാരുണ്ടല്ലോ ഇങ്ങനെ പറയുന്നതല്ലാതെ പ്രവർത്തിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ അതേ മറ്റുള്ളവരുടെ മുമ്പാകെ നീ ക്രമക്കേട് കാണിക്കുന്നവനായി മാറാതെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ ഇന്ന് രാത്രി കേൾക്കുന്ന വചനപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുക. പ്രവർത്തികളുടെ പുസ്തകം 7:53 അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൽ പ്രശംസിച്ചു, ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും വേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? പ്രൈസ് ദി ലോർഡ്. മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? ആമേൻ. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കുമ്പോ ആമേൻ ആമേൻ പറയാനൊന്നും എല്ലാവരും തയ്യാറാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മത്തായി സുവിശേഷം 7:21 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് തന്റെ വചനത്തെ അനുസരിക്കുന്നതിനെയാണ് യേശു പ്രാധാന്യം നൽകിയത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്തിനാ ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, ഈ വചനം എന്തിനാ കേൾക്കുന്നേ? എന്തിനാ ഈ വചനം വായിക്കുന്നേ? എന്തിനാ ഈ വചനം പഠിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേട്ട് പഠിച്ച് തങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ ഹല്ലേലൂയ അത് ചെയ്യുന്നവരാകുന്നുവെങ്കിൽ ആമേൻ ഈ ലോകത്തിൽ ആരും നിന്നെ അനുഗ്രഹിക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിലും ഈ വചനത്തിന്റെ ദാതാവായ സ്വർഗത്തിലെ ദൈവം അത് നിന്നെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരാ അന്നാളിൽ എന്നോട് പറയും. ആമേൻ. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്ത് പറയും. ഹല്ലേലൂയ. അപ്പൊ ആ ലിസ്റ്റിനകത്ത് ഞാനും നിങ്ങളും അകപ്പെട്ടാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോഴ് അതിന്റെ അർത്ഥം എന്താ? ആത്മീയ അർത്ഥം എന്താ? ആമേൻ. അതെ, ഈ വചനം കൂടാതെയും ആമേൻ പ്രവചിക്കാൻ കഴിയും. ആമേൻ. ഈ വചനം അനുസരിക്കാതെയും രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന്റെ അകത്തുള്ളതൊന്നും പാലിക്കാത്തവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ടൊന്നും അങ്ങോട്ട് വരാൻ ഒക്കത്തില്ല. അങ്ങോട്ട് വരണമെങ്കിൽ ഇതിനകത്ത് പറയുന്നത് പോലെ ജീവിക്കുന്നവർക്ക് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ പോലും ദൈവവചനം പൂർണ്ണമായി അനുസരിക്കാത്ത
ചെയ്യാതിരിക്കുന്നതിനാൽ നശിച്ചു പോകുവാനിടയാകും. ആമേൻ. ഇവിടെ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പാസ്റ്റർമാരെല്ലാം പെട്ട് കേട്ടോ. അവർക്കും വിശ്വാസമാണ്. അല്ലാതെ ഈ പാസ്റ്റർമാർക്ക് വിശ്വാസത്തിന് വ്യത്യാസമൊന്നുമില്ല. ആമേൻ. വിശ്വാസിയായാലും അതെ പാസ്റ്റർ ആയാലും സെന്റർ ആയാലും ഇനിയിപ്പോൾ അതിന്റെ മേളിലുള്ള ആളായാലും താഴെയുള്ള ആളായാലും എല്ലാവർക്കും വചനം ഒരുപോലെയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് ദൈവവചനം അനുശ്വാസിക്കുന്നത് ചെയ്യാതിരുന്നാൽ ആമേൻ പലർക്കും കിട്ടേണ്ട പ്രതിഫലം നഷ്ടമാകുകയും ചെയ്യും. ഇവിടെ ഓടിയതും ഇവിടെ അധ്വാനിച്ചതും ഇവിടെ പ്രവർത്തിച്ചതെല്ലാം വൃഥാവാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. SSLC പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതിയിട്ട് ഫലം വരാൻ വേണ്ടി റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പിള്ളേരുണ്ടല്ലോ. ആമേൻ. അതെ സ്കൂളിൽ എല്ലാ ദിവസവും പോയതാ, ടീച്ചർ പറഞ്ഞതെല്ലാം എഴുതിയതാ. ആമേൻ. അതെ ടീച്ചർ പറയാത്തതും എഴുതിയതാ. പക്ഷേ ആമേൻ അവർക്ക് ലഭിച്ച ക്വസ്റ്റ്യന് വ്യക്തമായ ആൻസർ എഴുതിയവർ മാത്രമേ ജയിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കഷ്ടി പാസിന് വേണ്ടിയിട്ട് എഴുതിയവരുമുണ്ട്, ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി എഴുതിയവരുമുണ്ട്. ആമേൻ. ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി എഴുതിയവർ പഠിച്ചിട്ടായിരിക്കും എഴുതിയത്. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് കഷ്ടമുട്ടി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ആമേൻ അതെ ഈ കഷ്ടപ്പാട് ഈ ബന്ധപ്പാട് ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എങ്ങനെയെങ്കിലും അവിടെ എത്താൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നീ ലജ്ജിക്കാതിരിക്കണമെങ്കിൽ ആമേൻ ഇവിടെ നീ ആയിരിക്കുമ്പോൾ നീ ഗ്രഹിക്കേണ്ട വചനം സ്വർഗം നൽകി തന്നിട്ടുണ്ട്. നീ പഠിക്കേണ്ട സത്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് നീ പഠിച്ച് ഗ്രഹിച്ച് പ്രവർത്തിച്ച് ജീവിച്ചാൽ സമാധാനത്തിന്റെ ദൈവം കൂടെ ഇരിക്കുന്നു മാത്രമല്ല അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം കൈകൊണ്ട് വാങ്ങിക്കുവാനും ഇടയാകും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എൻ്റെ വചനങ്ങളെ ആമേൻ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. അനേകരുടെ കുടുംബജീവിതം എന്തുകൊണ്ടാണ് തകർന്നു പോകുന്നതെന്ന് അറിയാമോ? ഇന്ന് പകല് ആത്മീയ ആരാധനയിൽ പങ്കെടുത്തവർക്ക് ആമേൻ കേൾക്കാൻ കഴിഞ്ഞു. ആമേൻ. അത് കേൾക്കാൻ താല്പര്യമുള്ളവര് ഇന്ന് പകലത്തെ ആരാധന ഒന്ന് ആ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് കേട്ടാൽ മതി. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം ആമേൻ പ്രാപിക്കാൻ നീ ചെയ്യേണ്ട കാര്യങ്ങൾ നിന്നോട് ദൈവം പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലുതായിരുന്നു. ഇന്ന് അനേകരുടെ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നില്ലേ? കെട്ടിത്തൂക്കുന്നു, ആമേ വെട്ടിക്കൊല്ലുന്നു, കത്തിക്കുന്നു, ആമേ രണ്ടും രണ്ടെടുത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ആമേ അവർ അടിസ്ഥാനമില്ലാതെ ആമേ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ദൈവവചനം ചെയ്യുന്നതിൽ നിന്ന് നാം ബോധവാന്മാരായിരിക്കട്ടെ. അതിലൂടെ അതിലെ എല്ലാ അനുഗ്രഹങ്ങളിലും പങ്കാളികളാകുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതേ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു കേവലം കേൾവിക്കാരനല്ല, അതേ നിങ്ങളുടെ വചനം ചെയ്യുന്നവനാകാൻ അതേ ഇന്ന് രാത്രി എന്നെ പഠിപ്പിച്ചതിന് നന്ദി ദൈവമെന്ന് എത്ര പേർ ആമേൻ അതേ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയും. ഹല്ലേലൂയ. വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല അത് ചെയ്യുന്നവരാകുന്നവനാണോ എന്ന് ശ്രദ്ധിച്ച് അവരെ അനുഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. അത് ഇപ്പോൾ ആമേൻ അതേ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിലൂടെ കേൾപ്പിച്ച ഉപദേശത്തിനായി വചനത്തിനായി നന്ദി കർത്താവേ. അനുഗ്രഹിക്കപ്പെടുന്നതിനായി അവിടുത്തെ വചനം കൂടുതൽ അനുസരിച്ച് അത് ആ വചനത്തിൽ ശ്രദ്ധ ചൊലുത്തി ജീവിക്കുവാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആമേൻ അതേ വത്സമ്മ ബാബു ഇപ്പോൾ ശബ്ദമുയർത്തി ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി രോഗികളായി ഭാരപ്പെടുന്നവർ, ക്ഷീണിതരായിരിക്കുന്നവർ, മറ്റു പ്രിയപ്പെട്ടവർ സൗഖ്യമാകുവാൻ ആമേൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരേണ്ടതിന് വത്സമ്മ ബാബു ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. നല്ല പിതാവേ, അനുഗ്രഹം സമയത്തിനായിട്ട് നല്ല സുന്ദരയാമത്തെ കർത്താവേ കണ്ടെത്തിങ്കിലേക്ക് എടുത്തു വരുവാൻ
ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങളെ പോലെ അനേക സംശയം വിലപിക്കാതിരുന്നപ്പോൾ കർത്താവേ, ഇന്ന് രാത്രി കാലം കർത്താവേ, വിവിധങ്ങളിൽ കർത്താവേ, വിവിധ ജില്ലകളിൽ ഞങ്ങളുടെ വചനം കേട്ട എല്ലാ മക്കളും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം കർത്താവേ നിങ്ങളുടെ മേലോരോരുത്തരും ദൈവം പകരുമാറാകണം. രാത്രി കാലം അങ്ങയുടെ കർത്താവേ ദാസന് വചനമായി കർത്താവേ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവേ, അങ്ങയുടെ കർത്താവിധീയമായ കുടുംബമായി അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. ദിവസങ്ങൾ അറിയിക്കുന്ന വചനം കർത്താവിനെ ഇവരുടെ ജീവിതത്തിൽ പ്രയോജനകരമായി സഹായിക്കുമാറാകണം. ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അനേകർ മാനസാന്തരത്തിന് അനുഭവത്തിൽ വീട്ടിൽ കടന്നു വരുവാൻ മാനസാന്തരപ്പെടുവാൻ രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ കർത്താവേ ദൈവത്തോട് സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തിലാണ് ഞങ്ങൾ അങ്ങയുടെ ഭജനമാണ് ഞങ്ങളെ ജീവിപ്പിക്കുന്നത്. കർത്താവേ, അല്ലേരി അവിടുത്തെ അണിപ്പിടലുകളാലുള്ള സൗഖ്യങ്ങൾ കർത്താവേ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവേ, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യജലാശിപ്പാൻ തക്കവണ്ണം സ്വർഗരാജ്യത്തിനോട് സമാധാനം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ദിവസങ്ങൾക്ക് ജീവിതത്തിൽ അത് അനുഗ്രഹമായി കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വചനം കേട്ട് ഓരോ മക്കളുടെ മേലും ദൈവത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതിലേ കർത്താവെ അങ്ങയുടെ ആവശ്യത്തിനെ കർത്താവെ കരങ്ങളെടുത്ത് അത്ഭുതത്തിന്റെ ശുശ്രൂഷകളെ കർത്താവ് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുമാറാകണമേ. ഇന്ന് രാത്രി ഈ ഓൺലൈനിലൂടെ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടുത്തെ വചനത്താൽ ഇന്ന് രാത്രി അനുഗ്രഹിച്ചതിനായി നമ്മുടെ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ജീസസ്, ഹല്ലേലൂയ, ആമേൻ. കഴിഞ്ഞ രാത്രിയിൽ ശ്വസിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ട് കിടന്ന സഹോദരിയാണ് ഇന്ന് രാത്രി ഈ ഓൺലൈനിലൂടെ ഈ ലൈവ് മീറ്റിംഗിലൂടെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, കഴിഞ്ഞ രാത്രി ട്രിവാൻഡ്രം ജില്ലയിൽ കോവിഡ് നിമിത്തം ഭാരപ്പെട്ട് അതെ ഡോക്ടർ അതെ ആശ്ചര്യത്തോടെ ചോദിക്കത്തക്ക വിധത്തിൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സൗഖ്യം പ്രാപിച്ച സഹോദരി വീട്ടിൽ വന്നിട്ട് ഇന്നലെ ഈ ലൈവ് കഴിഞ്ഞ ഉടനെ ഫോണിൽ വിളിച്ച് ഞാൻ ഇപ്പം മരിച്ചു പോകും, ഇപ്പം തീരും എന്ന് പറഞ്ഞ് നിലവിളിയോടുകൂടെ അതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർ ഈ കൂട്ടായ്മയിലുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം നിലവിളിയും കരച്ചിലും മാത്രമായിരുന്നു. അതെ, രാത്രി 12 മണിക്കും വിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ ആരാധന കഴിഞ്ഞ് അതെ അവര് എല്ലാവരും ചേർന്ന് വിളിച്ചിട്ട് പറയുക, ദേവദാസനെ നിങ്ങളുടെ സ്നേഹതീരം പ്രയർ ഫാമിലിയിൽ ഉള്ളവരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു, ഞാൻ സുഖമായി കിടന്നുറങ്ങി. ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ള പരിജ്ഞാന ക്ലാസ്സിൽ അവരാണ് ആദ്യം ജോയിൻ ചെയ്തത്. ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുകയാ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് പ്രാർത്ഥിക്കുന്നവരുടെ മിടുക്കല്ല, പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. സകല മഹത്വവും മാനവും പുകഴ്ചയും സർവ കൃപാലുവായ ദൈവത്തിന് നമുക്ക് അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. പേരിനോ പെരുമയ്ക്കോ പ്രശംസയ്ക്കോ വേണ്ടി ഒന്നും ആരും ഇവിടെ ചെയ്യുന്നില്ല. എല്ലാം ദൈവനാമ മഹിമയ്ക്കു വേണ്ടി. ഞാനോ കുറയണം, നീയോ
വളരണം. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹദിനം പ്രയർ ഫാമിലിയിൽ ആമേൻ കണക്റ്റഡ് ആയി വരുന്നവര് ആമേൻ അതെ വിലയും നിലയും ഇല്ലാത്തവരാണെന്ന് ലോകം ചിന്തിച്ചേക്കാം. എന്നാൽ അതെ ആരും അറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ അതെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരും ആമേൻ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉത്തരം കിട്ടാത്ത വിഷയമായി നെട്ടോട്ടം ഓടിയവരുമാ. അവരുടെ കണ്ണുനീരിന് മറുപടി കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ജീവിതത്തിൽ അനുഭവിച്ചിട്ടാണ് അവർ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം കണക്ട് ചെയ്യുന്നത്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വർഗത്തിൽ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ, വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിപ്പാൻ താല്പര്യവും ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9744703489 എന്ന നമ്പറിലും 9072903489 എന്ന നമ്പറിലും റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ ആമേൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ആമേൻ ഫേസ്ബുക്ക് ലൈവിലെ പ്രോഗ്രാം അനുഗ്രഹമായിരുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. ആമേൻ. ഇന്ന് പകലിലും അനേക പ്രിയപ്പെട്ടു വിളിക്കുകയുണ്ടായി. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന പേരിൽ തന്നെ വേണം നിങ്ങൾ പരിചയപ്പെടുത്താൻ. ആമേൻ. കഴിഞ്ഞ രാത്രി ഒരു ക്രമക്കേട് ഞാൻ കണ്ടു. സ്നേഹതീരം ഫാമിലി എന്ന് പറയുന്ന ആമേൻ ക്രമക്കേടുള്ള ചാനലുകളുണ്ട്, സ്നേഹതീരം എന്ന് പറയുന്നതുണ്ട്. ഇതെല്ലാം അശ്ലീലത നിറഞ്ഞ വീഡിയോ ക്ലിപ്പുകൾ അപ്ലോഡ് ചെയ്യുന്ന സൈറ്റുകളാണ്. നിങ്ങൾ ആരും മാറി ആമേൻ അതെ സബ്സ്ക്രൈബ് ചെയ്യരുത്. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് തന്നെ അടിച്ച് എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ആമേൻ. ഇന്ന് രാത്രി എല്ലാവർക്കും സുഖകരമായ നിദ്ര ദൈവം ദാനമായി നൽകട്ടെ. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും ദൈവവചന ശുശ്രൂഷയുമായി നമ്മൾ ഒരുമിച്ച് കാണും വരെ ദൈവം തന്റെ ചിറകിന്റെ കീഴിൽ കോഴി തൻ കുഞ്ഞിനെ അതെ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ദൈവം നമ്മളെ മറയ്ക്കട്ടെ, വഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോർജ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി. ഗോഡ് ബ്ലസ് യു.